ഹായ് മക്കളെ, ഗുഡ് മോർണിംഗ്. വീണ്ടും വന്നിരിക്കുന്നു പുതിയൊരു പാഠഭാഗത്തിലെ പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു പ്രധാനപ്പെട്ട ചോദ്യം നിങ്ങളെ പരിചയപ്പെടുത്തുന്നതിനായിട്ട്. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഏത് പാഠഭാഗമാണ്? പ്രിയദർശനം എന്നുള്ള പാഠഭാഗമാണ്. പ്രിയദർശനം എന്നുള്ള പാഠഭാഗത്ത് നിന്ന് പരീക്ഷയ്ക്ക് വരാൻ സാധ്യതയുള്ള ഒരു ചോദ്യം നമ്മൾ എന്ത് ചെയ്യുന്നു? പരിചയപ്പെടുന്നു. അത് കൃത്യമായിട്ട് മനസ്സിലാക്കുന്നു. പരീക്ഷയ്ക്ക് നമ്മൾ എഴുതുന്നു. വൈകിപ്പിക്കുന്നില്ല, ചോദ്യങ്ങളിലേക്ക് കടക്കാൻ നമുക്ക്. ധീരനായ യതി നോക്കി തന്നിതൻ ഭൂരിബാഷ്പ പരിപാടലം മുഖം പൂരിതാഭയുടെ ഉഷസ്സിൽ മഞ്ഞുതൻ ധാരയാർന്ന പനിനീർ സുമോഭമം. ധീരനായ യതി നോക്കി തന്നിതൻ ഭൂരിബാഷ്പ പരിപാടലം മുഖം പൂരിതാഭയുടെ ഉഷസ്സിൽ മഞ്ഞുതൻ ധാരയാർന്ന പനിനീർ സുമോഭമം. ഈ കവിതാഭാഗം വിശകലനം ചെയ്ത് കാവ്യപരമായ സവിശേഷതകൾ കുറിക്കുക. ഈ കവിതാഭാഗം വിശകലനം ചെയ്ത് അതിനകത്തുള്ള കാവ്യപരമായ സവിശേഷത, അല്ലെങ്കിൽ അതിൻ്റെ ആസ്വാദന ഭംഗി, അല്ലെങ്കിൽ അതിൻ്റെ അലങ്കാര ഭംഗി, അല്ലെങ്കിൽ അതിൻ്റെ ചമൽക്കാര ഭംഗി, ഏത് ചോദ്യം വന്നു കഴിഞ്ഞാലും നമുക്ക് എഴുതാനുള്ള ഉത്തരം ദേ പിടിച്ചോളൂ. ദിവാകരനെ ജ്വലിക്കുന്ന സൂര്യനോടും നളിനിയെ പനിനീർ പൂവിനോടുമാണ് ഉപമിച്ചിരിക്കുന്നത്. ദിവാകരനെ ജ്വലിക്കുന്ന സൂര്യനോടും നളിനിയെ പനിനീർ പൂവിനോടുമാണ് ഉപമിച്ചിരിക്കുന്നത്. സെറ്റാണല്ലോ. മഞ്ഞുകണങ്ങൾ വീണ പനിനീർ പൂവ് പ്രഭാതത്തിൽ ശോഭിക്കുന്നത് പോലെയാണ് കണ്ണീർ വീണ് ചുവന്നു തുടുത്ത നളിനിയുടെ മുഖമെന്നാണ് കവി പറയുന്നത്. മഞ്ഞുകണങ്ങൾ വീണ പനിനീർ പൂവ് പ്രഭാതത്തിൽ ശോഭിക്കുന്നത് പോലെയാണ് കണ്ണീർ വീണ് ചുവന്നു തുടുത്ത നളിനിയുടെ മുഖമെന്നാണ് കവി പറയുന്നത്. ചുവന്ന പനിനീർ പൂവ് കാണാൻ വളരെ ഭംഗിയാണ്. അതിൽ മഞ്ഞുകണങ്ങൾ ഇറ്റു നിൽക്കുന്നു. കാഴ്ച അതിലേറെ മനോഹരമാണ്. സൂര്യ സാന്നിധ്യം പനിനീർ പൂവിന് ഉന്മേഷം നൽകുന്നത് പോലെ ദിവാകര സാന്നിധ്യം നളിനിയുടെ മുഖത്തും ശോഭ വർദ്ധിപ്പിച്ചു, മനസ്സിനകത്ത് സന്തോഷമുണ്ടാക്കി എന്ന സാധ്യത. വളരെ കാലത്തിന് ശേഷം ഏറ്റവും പ്രിയപ്പെട്ട ആളെ നേരിൽ കണ്ടപ്പോൾ നളിനിക്കുണ്ടായ സന്തോഷം പൂർണ്ണമായും പ്രതിഫലിപ്പിക്കാൻ ഈ സദൃശ്യ കൽപ്പനയിലൂടെ കവിക്ക് കഴിഞ്ഞിരിക്കുന്നു. അതുപോലെ നളിനിയുടെ സൗന്ദര്യം പറയാതെ പറയാനും ആര് ശ്രമിച്ചിട്ടുണ്ട്? ആശാൻ ശ്രമിച്ചിട്ടുണ്ട്. സെറ്റാണോ? ഒറ്റ തവണ കൂടി കേൾക്കുക. ദിവാകരനെ ജ്വലിക്കുന്ന സൂര്യനോടും നളിനിയെ പനിനീർ പൂവിനോടുമാണ് ഉപമിച്ചിരിക്കുന്നത്. മഞ്ഞുകണങ്ങൾ വീണ പനിനീർ പൂവ് പ്രഭാതത്തിൽ ശോഭിക്കുന്നത് പോലെയാണ് കണ്ണീർ വീണ് ചുവന്നു തുടുത്ത നളിനിയുടെ മുഖമെന്നാണ് കവി പറയുന്നത്. ചുവന്ന പനിനീർ പൂവ് കാണാൻ വളരെ ഭംഗിയാണ്. അതിൽ മഞ്ഞുകണങ്ങൾ ഇറ്റു നിൽക്കുന്ന കാഴ്ച അതിലേറെ മനോഹരമാണ്. സൂര്യ സാന്നിധ്യം പനിനീർ പൂവിന് ഉന്മേഷം നൽകുന്നത് പോലെ ദിവാകര സാന്നിധ്യം നളിനിയുടെ മുഖത്തും ശോഭ വർദ്ധിപ്പിച്ചു. വളരെ കാലത്തിന് ശേഷം ഏറ്റവും പ്രിയപ്പെട്ട ആളെ നേരിൽ കണ്ടപ്പോൾ നളിനിക്കുണ്ടായ സന്തോഷം പൂർണ്ണമായും പ്രതിഫലിപ്പിക്കാൻ ഈ സദൃശ്യ കൽപ്പനയിലൂടെ കവിക്ക് കഴിഞ്ഞിരിക്കുന്നു. അതുപോലെ നളിനിയുടെ സൗന്ദര്യം പറയാതെ പറയാനും സാധിച്ചിട്ടുണ്ട്. ഓക്കെ മക്കളെ, സെറ്റാണല്ലോ. പരീക്ഷയ്ക്ക് ഈ ചോദ്യം വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഉത്തരം ഇതാ. എഴുതിക്കൊള്ളുക, 4 മാർക്ക് സ്കോർ ചെയ്തോളുക. ഓക്കെ, അടുത്ത ക്ലാസ്സിൽ അടുത്ത ചെറിയ ഷോർട്ട് വീഡിയോ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യവുമായിട്ട് തൊട്ടടുത്ത വീഡിയോയിൽ തന്നെ എന്ത് ചെയ്യാം, നിങ്ങളുടെ മുന്നിലേക്ക് വരാം. ഓക്കെ, താങ്ക് യു.